ടൂറിസ്റ്റ് ബസ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ നിയമങ്ങളെ തുടർന്ന് നിരവധി ടൂറിസ്റ്റ് ബസ്സുകളാണ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കും കേരളം വിട്ട് പോയിട്ടുള്ളത്. പ്രധാനമായും കളർ കോഡ് എന്ന പ്രതിസന്ധിയിൽ കേരളത്തിലെ ടൂറിസ്റ്റ് മേഖല ആകെ തളർന്നു നിൽക്കുന്ന സമയത്ത് നിരവധി ബസ് ഉടമകളാണ് കിട്ടാവുന്ന വിലയ്ക്ക് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ബസ്സുകൾ വിറ്റയച്ചിട്ടുള്ളത്. അന്നും കൊമ്പൻ ഹോളിഡേയ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട്: കളർ കോഡിലോടാൻ ഞങ്ങളുടെ വണ്ടിയില്ല. കളർ കോഡ് എന്ന പ്രതിസന്ധിയിൽ കീഴടങ്ങാതെ കൊമ്പൻ ഹോളിഡേയ്സ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോവുകയാണ്. ലക്ഷക്കണക്കിന് അംഗങ്ങൾ പിന്തുടരുന്ന കൊമ്പൻ ഹോളിഡേയ്സിന്റെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ദീപുചേട്ടൻ ഈ ഒരു കാര്യം പങ്കുവച്ചത്. കൊമ്പൻ ഹോളിഡേയ്സ് ഇനി കർണാടകയിൽ KL-ൽ നിന്ന് KA-യിലേക്ക്. ആനയെ വാങ്ങാനായി ഇട്ടുകൂട്ടിയ പൈസ ഒടുവിൽ വീട്ടിൽ സമ്മതിക്കാതെ വന്നപ്പോൾ എല്ലാവരുടെയും എതിർപ്പ് മറികടന്നുകൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങുകയും ആനയോടുള്ള തന്റെ സ്നേഹത്താൽ ബസ്സിന് കൊമ്പൻ എന്ന പേര് നൽകുകയും 2018-ൽ ആ ബസ്സിൽ നിന്ന് തുടക്കം കുറിച്ച കൊമ്പൻ എന്ന കൊച്ചു സാമ്രാജ്യം ഇന്ന് കേരളക്കര നെഞ്ചിലേറ്റുന്ന അധോലോകം, കാളിയൻ, യോദ്ധാവ്, ദാവൂദ്, ബോംബെ എന്നിങ്ങനെ 5 എഡിഷൻ വരെ എത്തി നിൽക്കുന്നു. ഒരു ബിസിനസ് എന്നതിനപ്പുറം വണ്ടിപ്രാന്തന്മാരുടെ സാമ്രാജ്യമായാണ് ദീപുചേട്ടൻ ഇതിനെ കാണുന്നത്. ഇത് തന്നെയാണ് കൊമ്പൻ ഇത്രയും ജനപിന്തുണ ലഭിക്കാൻ കാരണവും. കേരളത്തിലെ മുഴുവൻ ടൂറിസ്റ്റ് ബസ്സുകളും കളർ കോഡ് എന്ന പ്രതിസന്ധിയിൽ വെള്ളയടിക്കുമ്പോഴും ഓടിയില്ല അല്ലാതെ വെള്ളയടിച്ച് ചെറുക്കന്മാരുടെ അഡ്രസ്സ് കളയാൻ ഞങ്ങളില്ല എന്ന്, കളർ കോഡിലോടാൻ നമ്മുടെ വണ്ടിയില്ല എന്ന് ദീപുചേട്ടൻ ഇത്ര ഉറപ്പോടെ പറയുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് കൊമ്പൻ ഹോളിഡേയ്സിനെ മറ്റു ബസ്സുകളിൽ നിന്ന് വേറിട്ടവനാക്കുന്നത്. 2018 മുതൽ 2022 വരെ ഈ 4 വർഷ കാലയളവിൽ കൊമ്പൻ എന്ന സാമ്രാജ്യം കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഓളം അതത്ര ചെറുതൊന്നുമല്ല.